ഹൈ ഡേയ്സ് ഹൈ ഇൻവെസ്റ്റേഴ്സ് സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി അങ്ങനെ ഇന്ന് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. ഇന്നലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, പോസിറ്റീവായിരുന്നു. 2070ക്ക് ശേഷം ഉള്ള ഏറ്റവും കൂൾ ഡൗൺ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ. US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ 0.02% സ്പൈക്ക് ചെയ്തെങ്കിൽ കൂടിയും അത് അവിടുത്തെ അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷനേക്കാളും താഴ്ന്ന രീതിയിലാണ് ഇൻഫ്ലേഷൻ US-ൽ നിന്ന് വന്നത്. അതും US മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായ രീതിയിലാണ് റിയാക്ട് ചെയ്തത്. നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്തു. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു +100 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പാണ് എക്സ്പെക്ട് ചെയ്തത്. ആ ഒരു മൊമെൻറ്റം, ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇന്ന് നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ട ഒരു പ്രത്യേകത. കാരണം സ്വാഭാവികമായ രീതിയിൽ അങ്ങനെയുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ മാർക്കറ്റൊക്കെ പോസിറ്റീവായിരിക്കും. എന്നാൽ സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് താഴേക്ക് പതിക്കുമായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 വീക്കായിട്ട് ഇതേ പാറ്റേണാണ് മാർക്കറ്റിലുള്ളത്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. 24,619 നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കണ്ടുവരാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആദ്യത്തെ 15 മിനിറ്റിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു 24,538. അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്ത് ഫർദറായിട്ട് വീണ്ടും ആ ഒരു ലോ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിലൊരു റാലി രേഖപ്പെടുത്തി. അതായത് ഇന്നത്തെ ആ ഒരു ബോട്ടം, ഇന്നത്തെ ഡേ ലോയിൽ നിന്ന് 121 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. പിന്നീട് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിൽ കൂടിയും 24,630, അതായത് 24,550 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. പ്രധാനമായിട്ടും ഈ ഫെസ്റ്റിവൽ സീസണാണ്. അതുകൊണ്ട് ഹീറോ മോട്ടോ കോർപ്പ് പോലെയുള്ള കമ്പനീസ്, ഓട്ടോമൊബൈൽ സെക്ടറുള്ള കമ്പനീസിന് ഇന്ന് നിഫ്റ്റിയുടെ റാലിയിൽ വലിയ തോതിൽ കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിച്ചു. അപ്പോളോ ഹോസ്പിറ്റലും കാണാം 7.9%, നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഹിൻഡൽകോ 5%, ഡോക്ടർ റെഡ്ഡി 2.71%, ഹീറോ മോട്ടോകോർപ്പും കൂടാതെ തന്നെ ഫാർമ സെക്ടറിലുള്ള സിപ്ലയും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. ശക്തമായ റാലി അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു നടന്നത്. എന്നാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.2, അദാനി പോർട്ട്, ടൈറ്റാൻ, FMCG, ജെയിൻ കമ്പനിയായിട്ടുള്ള ITC, അൾട്രാടെക് സിമെൻറ്റ് എല്ലാം തന്നെ ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇതിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് മാത്രമാണ് 1.23% ഒരു ഫോള് കണ്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഗ്ലോബൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റും ഏറ്റവും താഴെ ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 1.23% ഫോളായി 12.8 എന്ന നിലയിലാണുള്ളത്. ഡോ ഫ്യൂച്ചർ +127 പോയിൻറ്റും ജപ്പാൻ മാർക്കറ്റും കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തത് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $2,000 സ്പൈക്ക് ചെയ്ത് 1.20 ബിറ്റ്കോയിൻ്റെ സ്പോട്ടുള്ളത്. ഗോൾഡ് $11 സ്പൈക്ക് ചെയ്ത് 3,359 ഇപ്പോൾ ഗോൾഡിൻ്റെ സ്പോട്ട് പ്രൈസ് ഉള്ളത്. ഓസ്ട്രേലിയ മാർക്കറ്റ് ഏറ്റവും ടോപ്പ് ഇത് 4ാമത് കാണാം. 53 പോയിൻറ്റിൻ്റെ ഒരു നേരിയ ഒരു ഫോള് കണ്ടു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ അപ്ഡേറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും തിരികെ വരികയാണെങ്കിൽ LIC ഗവൺമെൻറ് സ്റ്റേക്ക് സെല്ല് ചെയ്യുമെന്നുള്ള കാരണം കൊണ്ട് LIC ഇന്ന് ഏകദേശം ഒരു 4%-ൻ്റെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പുട്ടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ഫ്രൈഡേ നടത്തുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് പെട്ടെന്ന് ഓർക്കുന്നത്. അതായത് ബൈഡൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ US-ൻ്റെ ആ ഒരു അവരുടെ പ്രസ്താവനകൾ കൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായ രീതിയിൽ മാർക്കറ്റ് കടന്നുപോയി. അതിനുശേഷം ട്രംപ് വന്നപ്പോൾ ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് US. അപ്പോൾ ട്രംപ് വരുമ്പോൾ വലുതായി ഇന്ത്യക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ഇന്ത്യക്ക് സംഭവിക്കുമെന്നുള്ള കാരണം കൊണ്ട് ട്രംപ് ജയിച്ച ദിവസം ഇന്ത്യൻ മാർക്കറ്റ് US മാർക്കറ്റ് പോലെ തന്നെ വലിയ തോതിൽ ആഘോഷിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളല്ല, ഞാൻ പറയുന്നത് മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായ രീതിയിൽ നിലകൊണ്ടു. പക്ഷേ പിന്നിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിനു മുമ്പുള്ള ബൈഡൻ ഗവൺമെൻറ് ഉണ്ടായ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ US ഗ്ലോബലി അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ US-ലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ സെൻട്രൽ ബാങ്കും അവിടുത്തെ പ്രസിഡൻറ്റും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ്. എനിവേ ഇന്നലെ നമുക്ക് US-ൽ നിന്ന് വന്ന കൂൾ ഡൗൺ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ കൂൾ ഡൗൺ ആയി എന്ന് പറയുമ്പോൾ ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ അവിടുത്തെ അനലിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സ്പൈക്കിൽ താഴെ നിന്നു.
0.02 സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ഇൻഫ്ലേഷനാണ് 2070 ലെവലിലുള്ളത്. US അങ്ങനെ ആയിരുന്നില്ല. എങ്കിലും അവിടുത്തെ എക്സ്പെക്റ്റ് ചെയ്ത സ്പൈക്കിനേക്കാൾ താഴ്ന്ന നിലയിൽ ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് മന്ത് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് അവിടെ അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നത്. എനിവേ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. 24 കൊച്ചിയിൽ വെച്ച് നമ്മൾ ഓഫ്ലൈൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് നടത്തുന്നുണ്ട്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ ഇത് നമുക്ക് പഠിക്കാം. താഴെ ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം പോകുന്നത് IRCTC ആണ്. IRCTC നെറ്റ് പ്രോഫിറ്റ് 7.1% സ്പൈക്ക് ചെയ്ത് 331 കോടി രൂപ, റവന്യൂ 4% സ്പൈക്ക് ചെയ്തു. ജുബിലൻറ്റ് ഫുഡ് വർക്ക് ഡൊമിനോസിൻ്റെ പ്രൊമോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 64% സ്പൈക്ക് ചെയ്തു. വിശാൽ മെഗാ മാർട്ട്, ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉണ്ട് വിശാൽ മാർട്ട്, നെറ്റ് പ്രോഫിറ്റ് റൈസ് ചെയ്ത് 37% റൈസ് ചെയ്തിട്ടുണ്ട്. അവാന്തി ഫീഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ഉയർന്ന് 178 കോടി രൂപ. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. സ്റ്റോക്ക് നിന്ന് എനിക്ക് തോന്നുന്നു UC പോയി എന്ന് തോന്നുന്നു. ഫൈസർ ഫാർമ സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% സ്പൈക്ക് ചെയ്തു. ഹൊനാസ നെറ്റ് പ്രോഫിറ്റ് അല്ല, ഈ CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി കമ്പനീനെ അപ്ഗ്രേഡ് ചെയ്തു. വാരീസ് എനർജി, ഇന്ന് രാവിലെ നമ്മൾ US നിന്ന് കണ്ട ഒരു കാഴ്ചയായിരുന്നു. അവർ ഇങ്ങനെയുള്ള ഡ്യൂറബിൾ കമ്പനീസിലെല്ലാം തന്നെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വാരീസ് ഇന്ന് ഫോളോ രേഖപ്പെടുത്തി. മൈദാൻ അലോയ് കമ്പനി 459 നിന്ന് 540 പ്രോഫിറ്റ് ഉയർന്നു. സൂര്യരോഷിനി കമ്പനി LED ബൾബ് നിർമ്മാതാക്കളാണ്. പ്രോഫിറ്റ് ഇടിഞ്ഞു. 93 CR നിന്ന് 33 CR പ്രോഫിറ്റ് ഇടിഞ്ഞു. സ്റ്റോക്ക് അതുകൊണ്ട് 5% ഫോളായി. മുത്തൂറ്റ് നെറ്റ് പ്രോഫിറ്റ് 90% സ്പൈക്ക് ചെയ്ത് 2046 കോടി രൂപ. ലോൺ ഗ്രോത്ത് ഉയർന്നു. കഴിഞ്ഞ തവണ 1000 കോടി രൂപയായിരുന്നു, ഇത്തവണ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി. വിപ്രോ കമ്പനി ഗൂഗിൾ ക്ലൗഡായിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. BPCL നെറ്റ് പ്രോഫിറ്റ് 141% ഉയർന്നു, അതായത് ഡബിൾ ഉയർന്നു. 3200 നിന്ന് 6100. M&M അവരുടെ EV വാഹനങ്ങളെല്ലാം തന്നെ UK എക്സ്പോർട്ട് കമ്പനി ആരംഭിക്കും. ശില്പ മെഡിക്കെയർ 14 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് 47 CR ആയി. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:1 റേഷ്യോയിൽ. ആസ്ട്ര മൈക്രോവേവ് 7 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് ഉയർന്നു. PNC ഇൻഫ്ര 570 നിന്ന് 430 പ്രോഫിറ്റ് കുറഞ്ഞു. കാവേരി സീഡ് നെറ്റ് പ്രോഫിറ്റ് 290 നിന്ന് 330 വർദ്ധിച്ചു. ഫാക്ട് കമ്പനി 48 കോടി രൂപ നഷ്ടത്തിൽ നിന്ന് ഇതവണ 4 CR പ്രോഫിറ്റ്. CSB ബാങ്ക് 113 നിന്ന് 120 പ്രോഫിറ്റ് വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത ന്യൂസുകൾ. എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിലേക്കെല്ലാം തന്നെ ചാനൽ ഷെയർ ചെയ്യുക. മാർക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വേണം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് വിട്ടേക്കുക, അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കൂടിയും ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് ചാനൽ കാണാനായിട്ട് ആളുകളോട് റെക്കമെൻഡ് ചെയ്യുക. താങ്ക് യു.